യൂട്യൂബിനകത്ത് ധാരാളം വിദ്യാർത്ഥികളുടെ ഒരു സംശയമാണ്, ഞാൻ കീം എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? JEE എക്സാമിനേഷനും നീറ്റ് എക്സാമിനേഷനും ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്താൽ പോരെ? കീം എന്നൊരു എക്സാമിനേഷൻ ഉണ്ടോ? അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? എന്താണ് കീം എക്സാമിനേഷൻ? എന്താണ് കീമിൻ്റെ ആപ്ലിക്കേഷൻ? നമ്മൾ നിർബന്ധമായും കേരളത്തിലൊരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം. +2-ന് ശേഷം കേരളത്തിൽ കീം വഴിയാണ് മെഡിക്കൽ സെക്ടറിൽ അഡ്മിഷൻ കിട്ടുന്നത്. കീമിന് എക്സാമിനേഷൻ ഇല്ല. നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എഴുതിയാലും കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതെ കേരള എൻട്രൻസ് കമ്മീഷണറുടെ കീം അഡ്മിഷൻ പ്രൊസീജിയറിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതെ കേരളത്തിൽ ഒരു കോഴ്സിനും അഡ്മിഷൻ ലഭിക്കത്തില്ല. അതൊരു MBBS മാത്രമല്ല, MBBSO, BDSO, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ഇതേപോലെ മെഡിക്കൽ സെക്ടറിലെ അലൈഡ് കോഴ്സുകളുടെ ഏതൊരു കോഴ്സിനും കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ നീറ്റ് എഴുതിയാൽ മതി. പക്ഷേ അതിനോടൊപ്പം നാം കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി ഇതൊരു മെഡിക്കൽ സെക്ടറിലേക്ക് മാത്രമല്ല, കേരളത്തിൽ 150ഓളം എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് എയ്ഡഡ് സെക്ടറിലും ഒക്കെയായി 150ഓളം എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഈ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കീമിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ CBT ബേസ്ഡ് എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. കേരളത്തിൽ ആർക്കിടെക്റ്റ് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിലും നമുക്ക് നാറ്റ എന്നൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് വേണ്ടത്. പക്ഷേ നാറ്റ വഴി ഒരു എൻട്രൻസ് എഴുതി നമുക്ക് നല്ല സ്കോർ 100% സ്കോർ ചെയ്തു എന്ന് വെച്ചിട്ടും ആർക്കിടെക്റ്റ് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കത്തില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേരളത്തിലെ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നാറ്റയുടെ സ്കോർ കീമിലേക്ക് നാം അപ്ലോഡ് ചെയ്യണം. അതിലൂടെയാണ് ആർക്കിടെക്റ്റ് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുക. ഇതുപോലെ തന്നെ മെഡിക്കൽ സെക്ടറിൽ തന്നെ മറ്റൊരു കോഴ്സാണ് B.Pharm കോഴ്സ്. ഇപ്പോൾ B.Pharm കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിലും ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലുള്ള എഞ്ചിനീയറിംഗിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ചേർത്തിട്ടുള്ള കീം എക്സാമിനേഷൻ്റെ ഫസ്റ്റ് പേപ്പറായ ഫിസിക്സും കെമിസ്ട്രിയും എക്സാമിനേഷൻ എഴുതണം. ആ എക്സാമിനേഷൻ്റെ സ്കോർ വെച്ചിട്ടാണ് നമുക്ക് B.Pharm കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. ഇതിനോടൊപ്പം ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടാൻ നാം കീം വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആൽഫ ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ എൻട്രൻസ് പരീക്ഷകൾക്ക് ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളെ ചെയ്യിപ്പിക്കും. അപ്പോൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിർബന്ധമായും ഏതൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാലും അതിനോടൊപ്പം കീമിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ മറക്കരുത്. ഒരിക്കൽ കൂടി ഓർക്കുക, സ്റ്റഡി വെൽ, എൻജോയ് യുവർ future. All the best.